പറഞ്ഞു. അത് ഭയങ്കര ഹേർട്ടായിട്ടാ. ഇവിടുത്തെ ഒരു കുട്ടി മരിച്ചു. ഞങ്ങളുടെ സ്കൂളത്തെ ഒരു ടീച്ചറാണ്. ഞങ്ങളുടെ സ്കൂളത്തെ ഒരു ടീച്ചറാണ് ഈ കുട്ടി മരിച്ചു. അതാണ് ഞങ്ങളുടെ ആവശ്യം. ടീച്ചർക്കെതിരെ നടപടി വേണമെന്നാണ്. അതറിയില്ല. ടീച്ചർ ഭീഷണിപ്പെടുത്തിയെന്നാ പറഞ്ഞു. 3 കുട്ടികൾ വന്നിരുന്നു. അത് നമ്മൾ എപ്പോഴും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തത്. അല്ലാതെ ആ തല്ലിയിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ നിന്നും പ്രഷറുണ്ട്, സ്കൂളിൽ വന്ന സ്കൂളിൽ നിന്നും പ്രഷറുണ്ട്. അത് അവന് ആരും അവനില്ലാന്ന് പറഞ്ഞ് തോന്നിയതുകൊണ്ടാണ് അവൻ മരിച്ചത്. വീട്ടുകാരൊരു പ്രശ്നമില്ലാണ്ട് കൗൺസിലിംഗ് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അതും കൂടെ കാരണം കൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്തത്. എങ്ങനെയാണ് ഒരു ടീച്ചർക്ക് ഇങ്ങനെ ഒരു കുട്ടികൾ ചെയ്യാൻ തോന്നുക? വീട്ടുകാരുണ്ടല്ലോ, വീട്ടുകാർ ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റും? ഇവിടെ വന്ന് സമരം വിളിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ശരിക്കുള്ള കാര്യം ഓരോന്ന് പറയല്ലാണ്ട് ഒരാൾക്ക് പോലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞങ്ങളോടാണ് ഞങ്ങളോട് എന്താ നടന്നെന്ന് ചോദിക്കാണ്ട് ഇവര് ഓരോന്ന് ഉണ്ടാക്കി പറയാണ്. ടീച്ചറിന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റുള്ളത്. വീട്ടിൽ പോയി അവൻ അതിനും പ്രഷറുണ്ട്, വീട്ടിൽ നിന്നും പ്രഷറുണ്ട്. അവൻ ആരും ഇല്ലെന്ന് തോന്നിയോണ്ടാണ് അവൻ മരിച്ചത്. ഇത്ര നേരം നിങ്ങൾ പറഞ്ഞത് ആ കുട്ടിയോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു വന്നതിന്റെ പേരിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും. 1 വർഷക്കാലം ജയിലിൽ അടയ്ക്കും. 50,000 രൂപ പിഴ കിട്ടും. ഒരു ടീച്ചറല്ല ഞങ്ങൾക്ക് ഇതിൽ ആരോപണം. എല്ലാ ടീച്ചർമാരും ഒരു ടീച്ചറല്ല. ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിലെ പ്രശ്നം ക്ലാസ് ടീച്ചർ മാത്രം അറിയണമെന്നാ പറഞ്ഞത്. സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് സംസാരിക്കേണ്ട വാക്കാ ഞങ്ങള്. മാനേജ്മെന്റ് ഇവിടെ വരട്ടെ. 25,000 രൂപ പിഴ കിട്ടും. ഈ കുട്ടികളിൽ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞു, ഈ കുട്ടികളല്ലേ ഇവിടെ പറയുന്നത്, അവര് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ പഠിക്കുന്ന കുട്ടികളെ വന്ന് പറയുന്നത്.